ആന്റിയോ? എന്നാണ്ട് വിശേഷം? റോണിയോട് വലിയ ഉപദേശമായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? ഞാൻ റോണിയോട് സംസാരിക്കും, അതിന് നിനക്കെന്താ? നിങ്ങൾ സംസാരിച്ചെന്ന് കരുതി എനിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തു പറഞ്ഞാലും റോണി അത് വിശ്വസിക്കൊന്നും കരുതണ്ട. അതൊക്കെ നിന്റെ തോന്നലല്ലേ? എന്നെ വിശ്വസിക്കരുതെന്നും ഞാൻ ചതിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? വിശ്വസിച്ചോ? ഞാനിതെങ്ങനെ കേട്ടെന്നാവും വിചാരിക്കുന്നത് അല്ലെ? ഈ വീട്ടിൽ നടക്കുന്നത് എന്തും ഞാൻ അപ്പപ്പ അറിയും, മനസ്സിലാക്കും. അതെന്റെ ആവശ്യമല്ലേ? അപ്പൊ എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. സത്യം അതാണ് ആന്റി. ഞാൻ ചില കണക്കുകൂട്ടലുകളും തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആ ലക്ഷ്യം സാധിച്ചിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ. പക്ഷേ നിങ്ങളിത് റോണിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റോണി വിശ്വസിക്കില്ല. കാരണം റോണി അത്രയധികം എന്നെ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവരെ അത്ര വേഗമൊന്നും ആരും അവിശ്വസിക്കില്ല. എടി, നീ വിചാരിക്കുന്നത് പോലെ ഇതെല്ലാം കേട്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. നിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞാൻ റോണിയോട് പറഞ്ഞ് മനസ്സിലാക്കും. നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇനി കഷ്ടപ്പെടണോ ഗ്ലോറി ആന്റി? ആര് പറഞ്ഞു നടക്കില്ലെന്ന്? ഞാൻ നടത്തും. ഈ ഗ്ലോറി വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം പോലും ലോകത്തില്ല. ശരി, നമുക്ക് നോക്കാം. എന്റെ വാക്കുകളാണോ അതോ നിങ്ങൾ പറയുന്നതാണോ റോണി വിശ്വസിക്കുന്നതെന്ന്? പറയൂ വക്കീലെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ ഒരു മാർഗമുള്ളത്? മാർഗം പലതുണ്ട്. നമുക്കാർക്കും കുഴപ്പമില്ലാത്ത ഒരു വഴിയാ ഞാൻ ആലോചിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. കുറച്ച് വളഞ്ഞ വഴിയാ. അതൊന്നും കുഴപ്പമില്ല. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതായത് താരയെ വിവാഹം കഴിച്ച് താരയുടെ പേരിലുള്ള സ്വത്തുക്കളിൽ അവകാശം നേടാനാ റോണി ഇതുവരെ ശ്രമിച്ചത് അല്ലേ? അതെ. ആ ഒരു വഴിക്ക് തന്നെ നമുക്ക് നീങ്ങാം. എങ്ങനെ? റോണി താരയെ വിവാഹം കഴിക്കണം. വീട്ടിത്തരം പറയാതിരിക്കും വക്കീലെ. താര എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. തോക്കിൽ കയറി വെടിവെക്കാതിരിക്കും റോണി. റോണിക്ക് ജാനറ്റിനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം അല്ലേ? അതെ. ഈ ലോകത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാൾ ജാനറ്റാ. അവളുടെ സ്നേഹം നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ ജാനറ്റിന് റോണി വിവാഹം കഴിക്കണം, എത്രയും പെട്ടെന്ന്. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം കല്യാണം. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും കല്യാണം കൊണ്ടുണ്ടായാലോ? തെളിച്ച് പറയും വക്കീലെ. റോണി ജാനറ്റിനെ വിവാഹം കഴിക്കുന്നു. പക്ഷേ രേഖകളിലെല്ലാം ജാനറ്റിന്റെ പേര് താരയെന്നായിരിക്കും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആൾമാറാട്ടം. ജാനറ്റ് താരയാകും. വോട്ടേഴ്സ് ID കാർഡ് മുതൽ പാസ്പോർട്ട് വരെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്നു. പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനും സ്ഥലം വിൽപ്പനയുമെല്ലാം താര എന്ന ജാനറ്റ് നടത്തും. നിങ്ങൾ വിവാഹിതരാകുന്നതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യും. വെരി ഗുഡ് ഐഡിയ. പക്ഷെ ഈ കാര്യത്തിൽ ജാനറ്റിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണം. റോണി പറഞ്ഞാൽ ജാനറ്റ് കേൾക്കില്ലേ? നിങ്ങൾ തമ്മിൽ അത്ര അടുത്ത ബന്ധമാണെന്നാണല്ലോ റോണിയുടെ സംസാരത്തിൽ നിന്ന് തോന്നിയത്. എനിക്ക് അവളോട് സ്നേഹമുണ്ട്, അവക്ക് എന്നോടും അതെ. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അവക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ അവള്. അവളിൽ നിന്നൊന്നും എനിക്ക് മറച്ചു വെക്കാനാവില്ല. പണ്ടൊരിക്കൽ വക്കീല് പറഞ്ഞ പോലെ ആരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ നമ്മൾ സത്യസന്ധരാവണ്ടേ? യെസ്, യു ആർ കറക്റ്റ്. ഇപ്പോഴാണ് റോണി ഒരു ലവറായത്. ഇന്ന് തന്നെ ജാനറ്റിനോട് സംസാരിക്കണം. താരയാകാൻ ജാനറ്റിന് സമ്മതമാണോ എന്നറിയുക.